ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പെന്തക്കോസ്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു വചനമാണ് 1 തിമോത്തി 6:8. 1 തിമോത്തി 6:8. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ക്ലിപ്പിനകത്തുള്ള ഒരു കാര്യം, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ. അച്ഛാ, ഞാൻ ചോദിക്കുന്നത് സമൃദ്ധി വിരോധികളോട്, കേരളത്തിലെ സമൃദ്ധി വിരോധികളോട് ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിച്ച് ചോദിക്കട്ടെ, 2 ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ കാര്യം നടക്കുകയല്ലേ? അതായത് ഇപ്പോൾ കേരളത്തിൽ പ്രസംഗിക്കാൻ ഇപ്പോൾ പാൻറ്റും ഷർട്ടും കോട്ടും ടൈയും ഒന്നും വേണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു മുണ്ടും ഒരു ഷർട്ടും അതിനുള്ള അണ്ടർവെയറും സാഹചര്യം ഉണ്ടെങ്കിൽ പകല് പറ്റും. വൈകുന്നേരം അതങ്ങോട്ട് കഴുകിയിട്ടിട്ട് രാത്രിയിലത്തെ ഉപയോഗത്തിന് ഒരു കൈലിയും ഒരു ബനിയനും അതിനുള്ള അണ്ടർവെയറും മതിയല്ലോ. രാവിലെ എഴുന്നേറ്റ് ഇതങ്ങോട്ട് കഴുകിയിട്ടിട്ട് മറ്റേത് തന്നെ എടുത്ത് കൊടുക്കുക. ധൈര്യമുണ്ടോ എന്താ കൊസുകാരൻ ഇതേക്കാൻ? ധൈര്യമുണ്ടോ? എന്നിട്ട് പറ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കാൻ. ചുമ്മാ എന്നതേലും പറഞ്ഞ് അടിച്ചു വിടുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ബോധമില്ലാത്തവരുന്നത്. പണ്ടൊക്കെ അടിമകളുണ്ടായിരുന്നു, ഇപ്പോൾ അടിമകളൊന്നുമില്ല. അടിമകളൊക്കെ എഴുന്നേക്കും അവിടെ ഇവിടെ. എഴുന്നേറ്റിട്ട് അടിമകൾ കാര്യം ചോദിക്കുമ്പം ഈ ക്ലിപ്പൊക്കെ ഇടുമ്പോൾ ഓർത്തോണം, ഇത് ഒരു കാലത്തും ഇത് മാഞ്ഞു പോകുകയല്ല, ഇത് തലയും കൊണ്ട് പോകുമെന്ന്. ഞാൻ ആ ക്ലിപ്പിട്ട സഹോദരനോട് ചോദിക്കട്ടെ, പകലത്തേന് ഒരു ജോഡി ഡ്രസ്സും രാത്രിയിലത്തേന് ഒരു ജോഡി ഡ്രസ്സും ഉള്ളോ താങ്കളുടെ കയ്യിൽ? അല്ലെ അത് മതിയോ? അല്ലെ അത് വെച്ചിട്ട് ബാക്കി താങ്കൾക്ക് ഉള്ളതെടുത്ത് 4 നാട്ടുകാർക്ക് കൊടുക്കാൻ ധൈര്യമുണ്ടോ താങ്കൾക്ക്? ഇല്ലല്ലോ. അപ്പോൾ അത് വിശ്വാസിക്കാ പറഞ്ഞത്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടേ മതി, എൻ്റെ കാര്യം അങ്ങനെയല്ലെന്ന്. അത്ര ഉണ്ടേ നിൽക്കാൻ മനുഷ്യന്. അങ്ങനെ ജീവിച്ച് കാണിച്ചിട്ട് വേണം ഇത് പറയാൻ. ഇനി ഉണ്ണാനുണ്ടായാലും ഞാനൊരു കാര്യം പറയാം, ഒരു നേരം ഉണ്ടാലും ജീവിക്കാം. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ അടുത്ത കാലത്ത് ഡിസംബർ 29-ാം തീയതി 40 ദിവസത്തെ ഉപവാസം പൂർത്തീകരിച്ചു. വെള്ളം മാത്രം കുടിച്ച് പകല് ഡ്രൈ ഫ്രൂട്ട്സ് അടിച്ച ജ്യൂസ് കുടിച്ചിട്ടല്ല, അവലും വെള്ളം കുടിച്ചിട്ടല്ല. അത് പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ നിൽക്കും. ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഈ 120 കിലോ ആയിട്ട് ഈ റോഡിൽ കൂടെ പോകുന്നത്. ഈ 120 കിലോ ആയിട്ട് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. 3 നേരം ഭക്ഷണം കഴിക്കേണ്ടതിന് 6 നേരം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ലേ ഈ മാസം 1 ലക്ഷം രൂപ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരുന്നത്? ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പേൻ. അച്ഛാ, നാണമുണ്ടോ ഇതൊക്കെ പറയാൻ? ഇതൊക്കെ എങ്ങനെ ഇത്ര അറപ്പില്ലാതെ വിളിച്ച് പറയുന്നതൊക്കെ ചോദിച്ച് കാണിക്കുക. ഇതിപ്പം ഈ ഏതേലും ഒരു ബഡാ പാർട്ടി നടത്തുന്ന ബൈബിൾ കോളേജിൽ പോയി അങ്ങ് പഠിക്കും. അവർ കുറേ തിയറി പഠിപ്പിച്ചിട്ട് വെളിയിലോട്ടിറങ്ങിയിട്ട് ദാരിദ്ര്യം പ്രസംഗിക്കും. ഈ ബൈബിൾ കോളേജ് നടത്തുന്ന പാർട്ടി അല്ലെങ്കിൽ ഈ സാമ്പത്തികമുള്ള പാർട്ടി, അങ്ങേർക്ക് മുള്ളണെ മുണ്ട് പൊക്കി പിടിക്കാൻ ആൾക്കാരുണ്ട്. അങ്ങേർക്ക് മൂക്ക് ചീട്ടണമെങ്കിൽ ടിഷ്യൂ പേപ്പറുമായിട്ട് നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ ഉള്ളവന്മാരെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പഠിപ്പിച്ചു വിടുന്നത് തന്നെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടേ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്നാന്ന് എനിക്ക് പറയുന്നത്? ഈ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് പറയുന്നവരെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ സെൻട്രൽ കൺവെൻഷനുകൾ നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഒരു 120 കസേര ഇടും. ഈ 120 കസേരയിൽ ഇരിക്കുന്ന ഒറ്റ ഒരാളെങ്കിലും ഈ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന സൈസാണോ? നിങ്ങളെടുക്കുക, സെൻട്രൽ ടോപ്പ് കൺവെൻഷനുകളുടെ വീഡിയോകൾ നിങ്ങളിട, അതിലൂടെ നടന്നു പോകുന്ന ശുശ്രൂഷകരെ നിങ്ങളെടുത്തേ. അത് ന്യൂജനാണേലും അല്ലാത്തതാണേലും എടുത്തേ. അതുകൊണ്ട് ഈ വെള്ളത്തിലെടുക്കരുത്. ഈ സ്റ്റേജിൽ ഇരിക്കുന്നവൻ ഒന്നും വ്രണമുള്ളവനല്ല.
ലാസറിനെ പോലെ. ഒന്നും ബെല്ലോൻ്റെ മേശന്ന് വീഴുന്ന തിന്നുന്നവനല്ല ലാസറെ പോലെ. പട്ടി നക്കുന്നവനല്ല ലാസറിനെ പോലെ. നല്ല ചുവന്ന് തൊടുത്ത് തക്കാളിപ്പഴം പോലെ ഇരിക്കുന്ന ആളുകൾ, ആഡംബര വാഹനങ്ങളിൽ ഒഴുകി വരുന്ന മൊയിലാളിമാർ പറയുന്ന എന്നാ, ഉണ്ണാനും എടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പേൻ. നാണമുണ്ടോ? നാണം. ജീവിച്ച് കാണിക്കോ? അല്ലെങ്കിൽ അത് പറയണ്ട. ഞങ്ങളിങ്ങനെ ഒഴുകി നടക്കും, നീയൊക്കെ ഇങ്ങനെ കിടന്നോളാനല്ലേ പറയുന്നത്. എന്നാലല്ലേ മുണ്ട് പൊക്കി പിടിക്കാൻ ആൾ വരുള്ളൂ മൂത്രം ഒഴിക്കാൻ നേരത്ത്. എന്നാലല്ലേ മൂക്ക് ചീറ്റാൻ നേരത്ത് ടിഷ്യൂ പേപ്പറുമായിട്ട് നിൽക്കുകയുള്ളൂ. തൂറ്റ് പിടിച്ച പട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ വരെ ആളുണ്ടല്ലോ ഈ നാട്ടിൽ. എന്തുകൊണ്ടാ? പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന ഒന്ന്. അതുകൊണ്ട് ഈ അമ്മമ്മമാരുടെ പെട്ടി ചുമക്കുന്ന എത്ര പേരുണ്ട് അറിയാമോ? ഇന്നലെ എനിക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംഘടനാ സംവിധാനത്തിലെ ഒരു ശുശ്രൂഷകൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, മരുമോൾ വീട്ടിൽ കയറ്റി വരുന്നു. ഈ മരുമോൾ ഞായറാഴ്ച വെള്ളിയാഴ്ച അവിടെ കിടന്ന് ഈ കുത്തുന്നവളാണ്. ചക്കട വിക്കട വിക്കട വക്കട ഈ കുത്തിയിട്ട് തള്ള വീട്ടിൽ കയറ്റി വരുന്നു. അന്ധമായ സമൃദ്ധി വിരോധം. കണ്ടോ കള്ളൻ്റെ അന്യഭാഷ? എന്തുകൊണ്ടാണ് ഈ കള്ളൻ്റെ അന്യഭാഷ ഇവിടെ വന്നത്? കണ്ടല്ലോ ഈ ദിവസങ്ങളിൽ കള്ളൻ റേഷനിൽ വന്നപ്പോൾ കള്ളൻ്റെ അന്യഭാഷ. ഇതിപ്പം വിഷയം എന്നാന്ന് ചോദിച്ചാൽ, ഈ കാൽവരി കുരിശിൽ യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളന്മാരുണ്ട്. ഒരുത്തൻ നല്ല കള്ളൻ, ഒരുത്തൻ അല്ലാത്ത കള്ളൻ. ഇതിപ്പം മോശം കള്ളൻ ജയിലിലും അല്ലാത്ത കള്ളൻ അകത്തുവാ. എവിടെ? സഭയ്ക്കകത്ത്. സ്വന്തം തള്ളെ നോക്കാത്തവള് അമ്മാമ്മയാണെന്നും പറഞ്ഞ് അവൾ പോയിരിക്കുവാ. അവൾ പിന്നെ എന്നാ അന്യഭാഷയെ പറയുന്നത്? അതാ ജയിലിൽ കിടക്കുന്ന കള്ളൻ്റെ അന്യഭാഷയെക്കാളും ഭേദമല്ലേ? ഓ ഉടമന്ന കട 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 കസിയ. അന്യഭാഷ അവിടെ നിൽക്കട്ടെ, മര്യാദയ്ക്ക് ജീവിക്കുക. ഇത് ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? എൻ്റെ വേറൊരു ചാനലിൽ വന്ന ഒരു വീഡിയോയ്ക്ക് കണ്ടോണ്ട് ഒരു അമ്മച്ചി വിളിച്ചാ, മോനെ ഇന്നത്തെ പെന്തക്കോസുകാരൻ ഒരുത്തം പോലും സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ലെന്ന് അമ്മച്ചി പറയുക. ഇതുങ്ങൾക്ക് വചനമൊക്കെ അറിയാം, ഇതുങ്ങൾ അന്യഭാഷ അഭിനയിക്കുകയും ചെയ്യും, പക്ഷേ ഇതുങ്ങൾ ഈ പരിശുദ്ധാത്മാവൊന്നുമില്ലെന്ന് എനിക്കറിയാവുന്നു. അമ്മച്ചിയുടെ ക്ലിപ്പ് അല്ല തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് അടുത്ത വീഡിയോയ്ക്കകത്ത് അതങ്ങ് വിടാം. അതിനകത്ത് പക്ഷേ മകൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്ലിപ്പ് വിടാഞ്ഞത്. എന്നാലും ഇരിക്കട്ടെ എൻ്റെ കയ്യിൽ. ഞാനിത് ഇതിനു വേണ്ടി പറയുന്നൊന്നുമല്ല, മാനസാന്തരപ്പെടാം, മര്യാദയ്ക്ക് നന്നാകട്ടെ. അങ്ങനെ ഈ അമ്മാമ്മമാരുടെ പെട്ടി ചുമക്കുന്ന ആളുകളുള്ള അച്ചാച്ചന്മാരിങ്ങനെ നിൽക്കുന്ന, വലിയ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെന്ന് മാത്രം വെക്കുന്ന സഹോദരന്മാരുടെ വലിയ മുതലാളി വിശ്വാസികളുടെ സഭയിൽ നിന്ന് ഇവർ വിശ്വാസികളെ പഠിപ്പിച്ചു വെക്കും, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ. എന്നിട്ട് കാണിക്കുന്നതോ ഇത് തന്നെ. ഇവരെന്നതാണെന്നും ഇവരുടെ താഴെ ഇരിക്കുന്ന വിശ്വാസിക്കുള്ളതാണ് ഇത്. ഉണ്ണാനും കൊടുക്കാനും ഉണ്ടേ മതി, പക്ഷേ എനിക്ക് വേണം, എനിക്ക് കാറ് വേണം. ഓരോന്നൊക്കെ കാറിൻ്റെ ഇന്നോവ ക്രിസ്റ്റയുടെയൊക്കെ പുറകിലത്തെ സീറ്റിലോട്ട് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തരയുണ്ട്, കയറാനും മേല ഇറങ്ങാനും മേല. എങ്ങനെയാണ് ഈ പരുവത്തിലാകുന്നത്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന, അന്തസ്സുള്ളവൻ, ആണത്തമുള്ളവൻ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവൻ, നേരുള്ളവൻ, നെറിയുള്ളവൻ, എങ്ങാണ്ടെന്ന് പഠിച്ച ഇരുമ്പൊലക്ക പോലത്തെ വചനം അങ്ങോട്ട് ഉരുവിട്ടാൽ പോരാ, ഇങ്ങനെ ഛർദ്ദിച്ച് വെച്ചാൽ പോരാ. നീ ജീവിച്ച് കാണിര്. പകല് ഒരു ജോഡി ഡ്രസ്സ്, അത് വൈകുന്നേരം ഒരു തോർത്തെടുത്തുകൊണ്ട് കഴുകി അങ്ങ് ഇടുന്നു. എന്നിട്ട് വൈകുന്നേരത്തെ ഡ്രസ്സ് എടുത്തിടുന്നു. രാവിലെ വീണ്ടും ഒരു തോർത്തെടുത്ത് ഇതെ കൊണ്ട് കഴുകി അങ്ങോട്ട് ഇടുന്നു, മറ്റേതെടുത്തങ്ങ് ഇടുന്നു. അതുകൊണ്ട് പറ്റും, കഴിയുമെങ്കിൽ ചെയ്യുക. ചെയ്തിട്ട് പറ. തനിക്ക് പറ്റുകയില്ലാത്ത കാര്യം താൻ പറയരുത്. അത് ആത്മാർത്ഥതയല്ല, അത് വഞ്ചനയാണ്. 2 ജോഡി ഡ്രസ്സേലും ഒരു നേരത്തെ ഭക്ഷണത്തേലും ജീവിച്ച് കാണിക്കാൻ ധൈര്യമുള്ളവൻ ചെയ്തിട്ട് പറ, നിങ്ങളുടെ മുമ്പിൽ വരാം. ധൈര്യമുണ്ടെ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്നതാ പറയുന്നതെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 56-ാം അധ്യായത്തിനകത്ത് 9 മുതൽ താഴോട്ട് വാക്യങ്ങളുണ്ട്. 9 മുതൽ 12 വരെ. വയലിലെ സർവ്വമൃഗങ്ങളെ,
കാട്ടിലെ സർവ്വ ജന്തുക്കളെ വന്ന് തിന്നുകൊള്ളുവിൻ. അവിടുത്തെ കാവൽക്കാർ കുരുടന്മാർ, അവർ അറിവില്ലാതെ അവർ കുരയ്ക്കുവാൻ കഴിയാത്ത ഊമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ടു കിടന്ന് ഉറങ്ങുന്നു. ഒരിക്കലും തൃപ്തി വരാത്ത ആർത്തി പൂണ്ട നായ്ക്കൾ, ഗ്രഹണശക്തിയില്ലാത്ത ഇടയന്മാർ തന്നെ. അവരെല്ലാം സ്വന്തം വഴി പിന്തുടരുന്നു. എല്ലാവരും സ്വന്തം വഴിക്ക് തിരിഞ്ഞ് സ്വന്തം ലാഭം അന്വേഷിക്കുന്നു. സ്വന്തം വഴിക്ക് തിരിഞ്ഞ് സ്വന്തം ലാഭം അന്വേഷിക്കുന്നു. ഇവിടെ പറയുന്നത് അവരെല്ലാം ഒരിക്കലും തൃപ്തി വരാത്ത ആർത്തി പൂണ്ട പട്ടികളെന്നാണ് എഴുതിയേക്കുന്നത്. എന്നിട്ട് പറയും ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ തൃപ്തി എന്ന് വെപ്പിൻ. ഇതാരുടെ കാര്യമാണ് പറയുന്നത്? ശുശ്രൂഷൻ ഇത് പറയുന്നവന് ഇത് വേണ്ട. പിന്നെ ആർക്കാണ് വേണ്ടത്? നിങ്ങളുടെ കീഴിലിരിക്കുന്ന വിശ്വാസിക്കോ? വിശ്വാസിക്ക് ഇത് ഒട്ടും വേണ്ട. ഞാനൊരു 100 കണക്കിന് വിശ്വാസിയോട് ചോദിച്ചു, ജീവിതകാലം മുഴുവൻ ലാസറിൻ്റെ അവസ്ഥയാണെങ്കിൽ വിശ്വാസം നിൽക്കുമോ? അവർ പറഞ്ഞു ഭൂമിയിൽ ജീവിച്ചിരിക്കുക പോലും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസനായ സമയത്തിനായ സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ പട്ടി നിൽക്കുന്ന അവസ്ഥയിലാക്കുന്ന ശുശ്രൂഷകരെ കർത്താവ് സഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.